ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിൽ സുപ്രീം കോടതി ഉടൻ വിധി പറയും. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. അതേസമയം മദ്യനയ അഴിമതി കേസിൽ അന്വേഷണത്തിന് 2 വർഷമെടുത്തതിന് ഇഡിയെ സുപ്രീം കോടതി വിമർശിക്കുകയുണ്ടായി. സത്യം കണ്ടെത്താൻ 2 വർഷമെടുത്തെന്ന് പറയുന്നത് ഒരു അന്വേഷണ ഏജൻസിക്ക് ചേർന്നതല്ലെന്നും കേസ് ഫയൽ ഉടൻ ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MG മിഥുൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ, ഇത് ആദ്യമായിട്ടാണല്ലോ ഇത്തരം ഒരു വിമർശനം ഈ അറസ്റ്റിന് ശേഷം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ഇഡിക്കെതിരെ കോടതി പറയുകയുണ്ടായി? മഞ്ജുഷ, 12 കൂടിയാണ് കേസിൽ വാദം ആരംഭിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ അരവിന്ദ് കെജ്രിവാളിന് കേസിൽ ഇടക്കാല ജാമ്യം നൽകാമെന്നുള്ളൊരു സമീപനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് വാദം പൂർത്തിയായ ശേഷം 2 മണിക്ക് വീണ്ടും വാദം പുനരാരംഭിക്കുകയും ചെയ്യും. ഏകദേശം 2:30 ഇക്കാര്യത്തിലൊരു വ്യക്തമായ വിധി കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ, അതായത് 2 കാര്യങ്ങളാണ് പ്രധാനമായും ഇതിൽ മുന്നോട്ട് വെക്കുന്നത്. അതിൽ പ്രധാനമായും ഇഡിയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും പറയുന്ന കാര്യമുണ്ട്. അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിന് ഒരു ഒഴിവ് കൊടുക്കാൻ സാധിക്കില്ല, അത്തരത്തിൽ ഇടക്കാല ജാമ്യം നൽകാൻ സാധിക്കില്ല. അത് തെറ്റായ കീഴ്വഴക്കങ്ങൾക്ക് കാര്യങ്ങൾ ഉണ്ടാക്കും. അത് സാധാരണക്കാരേക്കാൾ വലിയ ആളല്ല മുഖ്യമന്ത്രി എന്ന പദവി എന്നുള്ള കാര്യം പ്രധാനമായും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇഡിയും ഇതേ സമാനമായ ഒരു കാര്യം തന്നെയാണ് കോടതി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. യാതൊരു കാരണവശാലും ഇടക്കാല ജാമ്യം അനുവദിക്കരുത് എന്നുള്ള കാര്യമാണ് മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ പറയുന്നത് ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഇടക്കാല ജാമ്യം നൽകിക്കൂടെ എന്നുള്ള ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുമുണ്ട്. അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഫയലുകളിൽ ഒപ്പിടാൻ സാധിക്കില്ല, മുഖ്യമന്ത്രിയുടെ കൃത്യനിർവഹണത്തിൽ ഇടപെടാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ കോടതി മുന്നോട്ട് വെക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് റാലികളിലും ഒപ്പം തന്നെ യോഗങ്ങളിലുമൊക്കെ അരവിന്ദ് കെജ്രിവാളിന് പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്യും. കൂടാതെ ഇക്കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ പ്രധാനമായും പറഞ്ഞ കാര്യം, അതായത് ഇടക്കാല ജാമ്യം അനുവദിച്ചാലും പല സുപ്രധാനമായിട്ടുള്ള ഫയലുകളിൽ മുഖ്യമന്ത്രി ഒപ്പിടേണ്ടതായിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഒപ്പിടേണ്ട സാഹചര്യം ഉണ്ടായാൽ ഈ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ ഒപ്പിടാതെ വന്നാൽ അതിൽ ലഫ്റ്റനന്റ് ഗവർണർ അതിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളൊരു പരാമർശവും അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 2 മണിക്ക് വീണ്ടും വാദം പുനരാരംഭിക്കുകയും ചെയ്യും. 2:30 കൂടി ഇടക്കാല ജാമ്യം നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ കോടതിയുടെ ഒരു സമീപനം അനുസരിച്ച് ഇടക്കാല ജാമ്യം നൽകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരി, അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടുവാനുള്ള സാധ്യത തെളിയുകയാണ്. 2:30 നിർണായകമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാവുക.